ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് അമ്മയും മോളും റെഡിയായിട്ട് നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എവിടെയാണ് റെഡിയായി നിൽക്കുന്നതെന്നല്ലേ, അപ്പോൾ ഞാൻ റെഡിയായി ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് പോയി നോക്കും. ഗ്യാസൊക്കെ ഓഫ് ചെയ്തോ, ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയോ, ബാക്ക് ഡോറ് ക്ലോസ് ചെയ്തോ. അപ്പോൾ കിച്ചണൊക്കെ എല്ലാം ഓക്കെ സെറ്റ്. അപ്പോൾ ഓഫ് ചെയ്തു. പിന്നെ അല്ലാതെ ലൈറ്റ് ഫാൻ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. സോ മോൾക്ക് ആ ചെരുപ്പ് വേണം, ഈ ചെരുപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡിസ്കഷൻ വാസ് ഗോയിങ് ഓൺ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ഇടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് വഴിയേ പറയാം. ചേട്ടൻ അവിടെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 7:30 ആയിട്ടുണ്ടാവും. ഒരു സാറ്റർഡേ, ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു. എനിക്ക് ഈ ഒരു സാറ്റർഡേ ഈവനിങ് സമ്മാനിച്ച കുറച്ച് പേരുണ്ട്. എന്തായാലും നമുക്ക് അവരെ വഴിയെ ഞാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ പോയത് ലുലു മോളിലേക്കാണ്. ഒരു ചേച്ചി നമസ്കാരം പറയുന്നുണ്ടായിരുന്നു. ആരും ആ ചേച്ചിയെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഞാനൊരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയത്. അപ്പം ഞങ്ങൾ ലുലുവിലേട്ടാണ് പോയത്. അപ്പം ചേട്ടൻ പോണതിൻ്റെ പുറകെ ഞാൻ പോകുമായിരുന്നു. എങ്ങോട്ടേക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് വന്നിട്ടുള്ളത്. വിത്ത് ഫാമിലി, കുട്ടികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹൈപ്പറിലോട്ടായിരിക്കും. അപ്പോൾ ഹൈപ്പറിലോട്ടല്ല. ഹൈപ്പറിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഹൈപ്പറിലോട്ടല്ല. പിന്നെ ഫോൺ സംസാരിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു. ഫ്രണ്ട്സുകളല്ലേ, അപ്പോൾ ഒന്ന് കറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരും അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ഒരു ആളുണ്ടായിരുന്നു അവിടെ. ലുലു തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരും തന്നെ വീട്ടിലിരിക്കാറില്ല എന്നായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. കുറച്ച് ഓഫേഴ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സൂഡിയോ, മാക്സിലൊക്കെ ആയിട്ട്. പിന്നെ അല്ലാതെ ലുലു സെലിബ്രേറ്റിലും ആടി സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. സൂഡിയോയിലും മാക്സിലും ഒക്കെ ഒന്ന് കയറിയായിരുന്നു. പിന്നെ വലിയ പർച്ചേസിങ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിനും ഫാമിലിക്കും അവർക്കൊക്കെ ഒന്ന് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് പർച്ചേസിങ് അല്ലായിരുന്നു. അവർ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ശരി, ഒന്ന് എന്തായാലും പോയി ഒന്ന് കാണാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഒരുമിച്ചിരിക്കാം, ഒരുമിച്ചൊരു ഡിന്നർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആടി സെയിൽ ലുലു സെലിബ്രേറ്റിലുണ്ട്. പിന്നെ നല്ല നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നടക്കുകയായിരുന്നു. പിന്നെയും ഞങ്ങൾ എത്തുന്നില്ല, അവരെവിടെയാണെന്ന് നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വിസ് ബ്യൂട്ടിയുടെ കുറേ മേക്കപ്പ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രീയും കാര്യങ്ങളും അതൊക്കെ ലുലുവിൽ പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ അതിൽ തന്നെ കറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്നെ വാക്കിങ്ങിനോട്ട് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഞങ്ങൾ വാസ് ലൈക്ക് കുറേ നേരം കൊണ്ട് നമ്മൾ നടക്കുക തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറേ അങ്ങ് നടന്ന് പിന്നെ അങ്ങനെ എസ്കുലേറ്ററിലൊക്കെ കയറി. വെസ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ നോട്ടം വിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് രണ്ടെണ്ണം പറ്റുകയാണെങ്കിൽ എടുക്കാം ഞാൻ അങ്ങനെ വലുതായിട്ട് ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ ബർത്ത്ഡേക്ക് ആയിരുന്നാൽ പോലും ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ അതാണ് എനിക്കിഷ്ടം. അല്ലാതെ എല്ലാ ബർത്ത്ഡേക്ക് എടുക്കാൻ അങ്ങനെ എനിക്കെന്തോ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇന്ന് ജീൻസാണ് ഇട്ടത്. ഞാൻ ഇടാറുണ്ട്. ഇതൊക്കെ വന്നിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉത്സവ പറമ്പായിട്ടൊക്കെ തോന്നും. പക്ഷേ ഉത്സവ പറമ്പല്ല, ലുലു മോളാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ജീൻസും ടോപ്പൊക്കെ ഇടുന്നത്. ഞാനിടുന്ന എപ്പോഴും ടോപ്പ് കുറച്ച് നീ വരെ അടുത്തിട്ടുള്ള ഒരു കുർത്ത പോലത്തെ ടോപ്പ് തന്നെയാണ്. ഒരുപാട് ഷോർട്ടൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ചേട്ടൻ പിന്നെ ഫ്രണ്ട്സിനെ കണ്ടപ്പോഴത്തേക്ക് ആ ഗാങ്ങിലോട്ട് അങ്ങ് ആയി. അപ്പോൾ ഞാനും മോളും പതുക്കെ സൂഡിയോയിലോട്ട് പോയി ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരെ തപ്പുന്ന ഒരു പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അകത്തോട്ട് അങ്ങനെ കയറിപ്പോയപ്പോഴത്തേക്ക് വലിയൊരു മിറർ കണ്ടു. അപ്പോൾ വലിയൊരു മിറർ കാണുമ്പോഴത്തേക്കും കണ്ടോ, ഇതാണ് എൻ്റെ ഡ്രസ്സ്, കൊള്ളാമോ എന്നൊന്ന് പറയണേ. അപ്പോൾ ഒരു ചേച്ചി അങ്ങോട്ടൂടെ ഒന്ന് ക്രോസ് ആയി. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് അതിലെടുക്കാൻ പറ്റി. എന്നെ തന്നെ ഞാനൊന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു കുർത്ത ടൈപ്പ് ഒരു ഷർട്ട്, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ട് പോയത്. പിന്നെ ജീൻസ്, പിന്നെ എൻ്റെ നോർമൽ ഷൂ കാര്യങ്ങളൊക്കെ. മോൾക്കും ജീൻസാണ് ഇട്ട് കൊടുത്തത്. സോ അവൾ ഇട്ടത് കൊണ്ട് അവളാണ് എന്നെ ആക്ച്വലി എൻകറേജ് ചെയ്തത്, അമ്മ ജീൻസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്.
പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് മാക്സിലോട്ടും വന്ന് കുറേ ഷോപ്പിങ്ങൊക്കെ അവർ തന്നെയാണ് ഷോപ്പിങ്ങൊക്കെ അവർക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തു. പിന്നെ ഫൺ ടൂറയിൽ കുറച്ച് നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ചു. ഇപ്പോൾ പിന്നെ ഈ സ്റ്റെയർ ഇറങ്ങുന്നത് അവരെല്ലാവരും എസ്കലേറ്ററിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് സ്റ്റെയറൊക്കെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങാനും പോകാറൊക്കെ ഒന്ന് ഒരു ചെറിയ വാക്കിംഗ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എവിടെയായിരുന്നാലും നമ്മളൊരു ഫോട്ടോസ് എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1-2 ഫോട്ടോസും കപ്പിൾ ഫോട്ടോയും ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് ഫ്രണ്ട്സ് കേട്ടോ. എനിക്ക് ചില നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്സ്. ഇത് പിന്നെ വെറുതെ എടുത്ത ഒരു ഫൺ ടൈമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.